ഞാൻ പറയണ പോലെ പറയണം. ഓ. ഓം ശിവഗോത്രാൽ ഭവസ്യ അമക നക്ഷത്രരാശിയ ജാതസ്യ. എന്തസ്യ? ഓം ശിവഗോത്രാൽ ഭവസ്യ അമക നക്ഷത്രരാശിയ ജാതസ്യ. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ചൊല്ലൊന്നും ഇല്ലേ? ചൊല്ലോ എടോ, ഇതൊരു മന്ത്രമാണ്. എന്നാലും പറയാൻ ഇച്ചിരി പാടാണ്. അപ്പൊ ഞാൻ പറഞ്ഞോളാം, താ ശ്രദ്ധിച്ചിരുന്നാ മതി. താങ്ക് യു. ഓം ശിവഗോത്രാൽ ഭവസ്യ അമക നക്ഷത്രരാശിയ ജാതസ്യ അമക നക്ഷത്രരാശിയെ പരേതസ്യ മമ മാതൃപ്രേത ആദ്യ കർമ്മം നമ. മരിച്ച ആളാരാണ്? കൊച്ചച്ഛനാണ്. കൊച്ചച്ഛനെ മനസ്സ് വിചാരിച്ച് ആത്മാവിന് നിത്യശാന്തി ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഈ പുഷ്പം പിണ്ടത്തിൽ അർപ്പിക്കുക. രാജേഷിന്റെ പെങ്ങളാണ് രാജി. ഓസ്കാർ ആയിട്ടോട്ടാ. എന്താണ് ആക്ടിങ് ഉണ്ടല്ലേ, ആക്ടിങ്. ഇന്നലെ ഉച്ചയ്ക്ക് അറിയിച്ചിട്ട് ഇപ്പോഴാണ് വന്നത്. കാരണം എന്താ പറയാ, ടാക്സ് പൈസയൊക്കെ പേടിച്ചിട്ട്. ചേച്ചി ഇപ്പൊ തന്നെ വൈകി, ഞാൻ പിന്നെ വരാട്ടാ. ഈ ചടങ്ങുകളൊന്നും ബാക്കിയില്ലല്ലോ? ഇല്ല. മോളെ അപ്പുറത്തെ വീട്ടിലാക്കിട്ടാ വന്നേക്കണേ. ഞാൻ എന്നാ പൊക്കോട്ടെ. ശരി ചേച്ചി. ഷെങ്ങും തെരസൊക്കെ എവിടെ? അവര് കഴിക്കണം. തെരേസ ഷെങ്ങിനോട് എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞിട്ടാണ്. ചൈനക്കാരി എന്നാ പോണെന്നറിയണ്ടേ. തെരേസയോടൊന്ന് നൈസായിട്ട് ചോദിക്കാൻ പറഞ്ഞു. മോശമല്ലേ വെഞ്ചേട്ടാ, ഇത്രയും ദൂരം നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നിട്ട് എപ്പോഴാ പോണെന്നൊക്കെ ചോദിക്കുന്നത്. അവളൊരാഴ്ച കഴിയുമ്പോൾ പോയിക്കോളൂ. അതിപ്പം പോയില്ലെങ്കിലാ? പോയില്ലെങ്കിൽ അപ്പം ചോദിച്ചാൽ പോരെ? അതിപ്പോ ചോദിച്ചോളൂ. രാജേഷേ. എന്തായി ഒറ്റ ചോദിച്ചാ? പറയാം. കൊച്ചച്ഛൻ കാശുമല്ലോ അയച്ചു തന്നിട്ടുണ്ടാ? ഉണ്ട്. എത്ര? അത് പലപ്പോഴായിട്ടൊരു 8 ലക്ഷം രൂപ അയച്ചിട്ടുണ്ട്. അത് ഇവളുടെ മേടിച്ചിട്ടാ. ആണോ? ആ കാശ് തിരിച്ചു മേടിക്കാൻ കൂടിയിട്ടാ ഇവളിങ്ങോട്ട് വന്നേക്കണേ. അത് കൊടുത്തില്ലെങ്കിലോ? ഇവള് പോവില്ല. തനിക്ക് ഞാൻ തവിടില്ല. അപ്പൊ ദേ വന്നേക്കണ സണ്ണിക്കുട്ടി. എന്താ കഥ എന്ന് പറ. തരാം, ഫ്യൂ ഡേയ്സ് കഴിഞ്ഞ് തരാം. നൗ ടൈറ്റ്. ഇത്ര ടൈറ്റില്ല. ഓക്കേ. ഓ ഓക്കേ. യാ ഫൈൻ. ഓക്കേ എന്നാ പോ. ഓക്കേ, ലെറ്റ്സ് ഗോ. Is saying here keep it the money and the supply. ഇവിടുത്തെ ട്രോഫി ഒന്നും പോരാഞ്ഞിട്ടാ ചൈനയിൽ നിന്ന് ഒരെണ്ണം.